ഹലോ എവരിവൺ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ എല്ലാ ആഴ്ചയും വരുന്ന പോലെ തന്നെ നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മൾ MCQ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞു പോകുന്നത് കേട്ടോ. കാരണം നമ്മൾ ഈ പറയുന്ന എല്ലാ അഡീഷണൽ പോയിന്റ്സും എല്ലാം നമ്മൾ ഈ പറഞ്ഞ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യമായിട്ട് പോയിന്റുകളെല്ലാം പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് പെട്ടെന്ന് പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ ഈ പറയുന്ന സ്പോർട്സ് അച്ചീവ്മെന്റ്സ്, നാഷണൽ ഇന്റർനാഷണൽ ന്യൂസുകൾ, അവാർഡ്സ് എല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് കവർ ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ മുഴുവനായിട്ട് വീഡിയോ കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഉത്തരങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യാനും ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, തെറ്റല്ലേ? നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോയാലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം നമ്മുടെ സ്പോർട്സിൽ നിന്നാണ്. ഓക്കെ, സ്പോർട്സ് നോക്കി ഏതാണത്? ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയ മാഗ്നസ് കാൾസൺ ഏത് രാജ്യക്കാരനാണ് എന്നുള്ളതാണ് അല്ലേ. ഇതാണ് ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയിട്ടുണ്ടായിരുന്ന മാഗ്നസ് കാൾസൺ ഏത് രാജ്യക്കാരനായിരുന്നു എന്നുള്ളതാണ് അല്ലേ. ഏത് രാജ്യക്കാരനാണ്? അദ്ദേഹം ഈ പറയുന്ന നോർവേക്കാരനാണ് അല്ലേ. അദ്ദേഹം ഏത് നാട്ടുകാരനാണ്? അദ്ദേഹം നോർവേക്കാരനാണ് കേട്ടോ. നോർവേ. ഓക്കെ അല്ലേ, അദ്ദേഹം നോർവേക്കാരനാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ അടുത്തിടെ നടന്ന ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ ഒന്നാമതെത്തിയത് നമ്മുടെ മാഗ്നസ് കാൾസണും അതേപോലെ തന്നെ മൂന്നാമത് എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ അർജുനാണ് കേട്ടോ. അർജുൻ എരിഗസി. സോറി, ഇപ്രായം എന്ത് ചെയ്തു? മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. വനിതകളുടെ ആണെങ്കിൽ വനിതാ വിഭാഗത്തിൽ റഷ്യയുടെ അലക്സാണ്ടർ ഗുർസിനെയും അലക്സാൻഡ്രിയ ഗൊരേക്കിനെയും അതേപോലെ തന്നെ ഇന്ത്യയുടെ ഈ പറയുന്ന കൊനേരു ഹംപി മൂന്നാം സ്ഥാനത്ത് എന്ത് ചെയ്തിരുന്നു? എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ലോക റാപ്പിഡ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് ആരാണ്? മാഗ്നസ് കാൾസൺ ആണ്. അദ്ദേഹം നോർവേക്കാരനാണ്. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്ത എന്താണ്? ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ 2006-2009 കാലയളവിലെ അത്ലറ്റിക്സ് കമ്മീഷൻ അധ്യക്ഷയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആരാണ് എന്നുള്ളതാണ് അല്ലേ. ഇതാണ് ഈ പറയുന്ന ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ 2026-2029 കാലയളവിലെ അത്ലറ്റിക്സ് കമ്മീഷൻ അധ്യക്ഷയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആരാണ് എന്നുള്ളതാണ് അല്ലേ. PV സിന്ധു, സൈന നെഹ്വാള്, ജ്വാല ഗുട്ട, ലക്ഷ്യ സെൻ എന്നുള്ളതാണ് അല്ലേ. ആരായിരിക്കും? ആരാണത്? PV സിന്ധു ആണ് അല്ലേ. ആരാണത്? PV സിന്ധു ആണെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, PV സിന്ധു ആണെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ 2026-2029 കാലയളവിലെ അത്ലറ്റിക്സ് കമ്മീഷൻ അധ്യക്ഷയായിട്ട് എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന PV സിന്ധു ആണ്. ഓക്കെ, ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ PV സിന്ധു ഒരു പൊസിഷനിലേക്ക് എന്ത് ചെയ്യുന്നത്? വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്ത എന്താണ്? രാജ്യാന്തര വനിതാ 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയ ക്യാപ്റ്റൻ എന്ന പദവി സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു എന്നുള്ളതാണ് അല്ലേ. ഇതാണ് രാജ്യാന്തര വനിതാ T20 ലോക ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയ ക്യാപ്റ്റൻ എന്ന പദവി സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. നോക്കിയേ, ഹിതൻനെറ്റ്, ഹർമൻപ്രീത് കൗർ, മെക്ലാനിങ്, മിഥാലി രാജ് എന്നുള്ളതാണ് അല്ലേ. ആരായിരിക്കും? ശരി ഉത്തരം എന്ന് പറഞ്ഞാൽ ഹർമൻപ്രീത് കൗർ ആണ് അല്ലേ. ആരാണത്? ഹർമൻപ്രീത് കൗർ ആണ്. ഈ പറയുന്ന മെക്ലാനിനെ, ഓക്കെ, നമ്മുടെ മെക്ലാനുണ്ടല്ലോ, മെക്ലാനെ 76 റൺസിന് തോൽപ്പിച്ചുകൊണ്ടാണ്. ഓക്കെ, 76 റൺസിന്റെ ഓക്കെ മെക്ലാന്റെ ഈ പറഞ്ഞ 76 എന്ന നേട്ടം ഉണ്ടല്ലോ, എന്ന നേട്ടം എന്ത് ചെയ്തിരുന്നു? മറികടന്നാണ് നമ്മുടെ ഹർമൻപ്രീത് കൗർ എന്തായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്? ഇപ്പം രാജ്യാന്തര വനിതാ T20 ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ വിജയം നേടിയ ക്യാപ്റ്റൻ എന്ന പദവി എന്ത് ചെയ്ത് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഈ മെക്ലാനി എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ആണ് കേട്ടോ. ഓസ്ട്രേലിയൻ ക്യാപ്റ്റനാണ് ഈ പറയുന്ന മെക്ലാനി എന്ന് പറയുന്നത്. മെക്ലാനെ 76 റൺസിന്റെ ഒരു പദവിയാണ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. 77 ആക്കിയിട്ട് ഹർമൻപ്രീത് കൗർ എന്ത് ചെയ്തു? അവരെ പിന്നിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. ഓക്കെ, അടുത്ത് വരുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഇതാണ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ നോക്കിയേ, അടുത്തിടെ പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് അല്ലെങ്കിൽ എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ എന്ന് പ്രഖ്യാപിക്കപ്പെട്ട പാർവതി അർഗ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലേ. അടുത്തിടെ പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് അല്ലെങ്കിൽ എക്കോളജിക്കലി എക്കോ സെൻസിറ്റീവ് സോണുകളായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട പാർവതി അർഗ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലേ. ഏത് സംസ്ഥാനത്തായിരിക്കാം? രാജസ്ഥാന്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഹരിയാന അല്ലേ.
അപ്പോൾ ചോദ്യം എന്തായിരുന്നു? അടുത്തിടെ പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് അല്ലെങ്കിൽ എക്കോ സെൻസിറ്റീവ് സോണായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട പാർവതി അർഗ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഉത്തർപ്രദേശിലാണെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. എന്താണ്? ഉത്തർപ്രദേശിലാണെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. അതുപോലെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആക്ട് 2002 പ്രകാരം ഓക്കെ ആക്ട് 2002 പ്രകാരം ഈ പറഞ്ഞ എക്കോളജിക്കലി സെൻസിറ്റീവ് സോണുകളൊക്കെ എന്ത് ചെയ്തിരുന്നു? ഈ പറഞ്ഞ രീതിയിൽ സംരക്ഷിച്ചു പോരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന പാർവതി അർഗ പക്ഷി സങ്കേതത്തിന് ഏറ്റവും പ്രത്യേകത പറഞ്ഞ ഒരു വെറ്റ്ലാൻഡ് പോലെ കിടക്കുന്ന പ്രദേശവും കൂടിയാണ് ഇത്. മാത്രമല്ല ഒരുപാട് ഈ പറഞ്ഞ ഈ പറയുന്ന പര്യടനമൊക്കെ നടത്തി വരുന്ന പക്ഷികളൊക്കെ എന്ത് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ വരുന്ന പ്രദേശവും കൂടിയാണ് കേട്ടോ. അപ്പം അടുത്തിടെ പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് അല്ലെങ്കിൽ എക്കോ സെൻസിറ്റീവ് സോണായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട പാർവതി അർഗ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഉത്തർപ്രദേശ് നമ്മൾ അന്ന് പറഞ്ഞു. ഇതിൽ പറയുന്ന അർഗ എന്ന് പറയുന്നത് ആഗ്രയുമായിട്ട് ചേർന്ന് പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളത് അല്ലേ? അർഗ എന്നുള്ള ആഗ്ര അങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യാതെ ഓർത്തിരുന്നാൽ മതി. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത് നോക്കാം. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഉപരിതലത്തിൽ നിന്നും ഉപരിതലത്തിലേക്ക് വിക്ഷേപിക്കാനാവുന്ന അല്ലെ ഈ പറഞ്ഞ ഏറ്റവും പറയുന്ന രീതിയിൽ മിസൈൽ പ്രഹരശേഷി എത്രയാണ് എന്നുള്ളതാണ് അല്ലെ? പ്രഹരശേഷി അതിന്റെ എത്രയാണ് എന്നുള്ളതാണ്. എത്രയാണത്? ഈ പറയുന്ന 150 മുതൽ 500 കിലോമീറ്റർ വരെയാണ് കേട്ടോ. 150 മുതൽ 500 കിലോമീറ്റർ വരെയാണ്. ഓക്കെ ഓക്കെ അല്ലേ? ഉപരിതലത്തിൽ ഈ പറയുന്ന സർഫസ് ടു സർഫസ് മിസൈലാണ് ഈ പറഞ്ഞ പ്രളയം എന്ന് പറയുന്നത്. സർഫസ് ടു സർഫസ് മിസൈലാണ് ഈ പറയുന്ന പ്രളയം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? തെറ്റല്ലേ? അപ്പോൾ അതെന്ത് ചെയ്തിരുന്നു? അതിൻ്റെ ഏകദേശ കിലോമീറ്റർ എന്ന് പറയുന്നത് 150 മുതൽ 500 കിലോമീറ്റർ ആണ്. വളരെ പ്രിസിഷനായിട്ട് ഇപ്പോൾ ടാർഗറ്റുകളെ ഈ പറയുന്ന രീതിയിൽ നിഷ്പ്രഭമാക്കാനുള്ള ശേഷി എന്തിനുണ്ട്? ഈ പറയുന്ന പ്രളയക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ എന്താണ്? ഇതിന് ഉണ്ട് എന്നുള്ളതാണ്. ഇതെന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. ഒഡീഷയിലാണ് എന്ത് ചെയ്യുന്നത്? നടത്തിയിട്ടുണ്ടായത്. പരീക്ഷണമൊക്കെ ഒഡീഷയിലാണ് എന്ത് ചെയ്യുന്നത്? നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ അടുത്ത എന്താണ്? കാന്തിക ശക്തി ഉപയോഗിച്ച് ഓടുന്ന ലോകത്തിലെ ഏറ്റവും വേഗമേറിയ മാഗ്ലീവ് ട്രെയിൻ അവതരിപ്പിച്ച രാജ്യം ഏതാണ് എന്നുള്ളതാണ് അല്ലേ? കാന്തിക ശക്തി ഉപയോഗിച്ച് ഓടുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും വേഗമേറിയിട്ടുണ്ടായിരുന്ന മാഗ്ലീവ് ട്രെയിൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന രാജ്യം ഏതാണ് എന്നുള്ളതാണ്. ജപ്പാന്, ചൈന, ജർമ്മനി, ഫ്രാൻസ് എന്നീ പറഞ്ഞ 4 ഓപ്ഷൻസ് നിങ്ങൾ അവിടെ കാണാം അല്ലേ? ഇതാണ് ജപ്പാന്, ചൈന, ജർമ്മനി, ഫ്രാൻസ് എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് കാണാം. ഏതായിരിക്കും വരുന്നത്? ശരിയായിട്ടുള്ള ഉത്തരവ് എന്ന് പറയുന്നത് നമ്മുടെ ചൈനയാണ്. ഞാൻ പറഞ്ഞു ഇത്തരത്തിൽ വേഗതയുടെ കാര്യം വരുമ്പോൾ പ്രധാനമായിട്ടും മുന്നിൽ നിൽക്കുന്ന 2 രാജ്യങ്ങളിൽ ഒന്ന് ചൈന, മറ്റൊന്ന് ജപ്പാനാണ്. മാഗ്ലീവ് ട്രെയിനുകൾ പ്രധാനമായിട്ട് ഈ ഇത്തരത്തിൽ ചോദ്യം വരുവാണെങ്കിൽ ചൈന തന്നെ എന്ത് ചെയ്യുക? ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന സെക്കൻഡുകൾക്കുള്ളിൽ പറയുന്നത് 600 മുതൽ അതിനപ്പുറത്തേക്ക് വരുന്ന 600-700 കിലോമീറ്റർ വരെയുള്ള ഒരു ദൂരം ഈ പറയുന്ന വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സഞ്ചരിക്കാൻ കഴിയുന്ന ഈ പറയുന്ന മാഗ്ലീവ് ട്രെയിനുകളാണ്. അതായത് ഈ പറഞ്ഞ സർഫസിൽ നിൽക്കുന്നില്ല, ഒരു പ്രത്യേക ഹൈറ്റിലാണ് ഇവർ ഈ പറയുന്ന മാഗ്നറ്റിക് റിപ്പൾഷൻ ഉള്ള ആ സംവിധാനം ഉപയോഗിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്? യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ്. വളരെ സ്പീഡിൽ പോകുന്ന ഒരു ട്രെയിൻ കൂടിയാണ് ഈ പറയുന്ന മാഗ്ലീവ് ട്രെയിനുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ചൈനയാണെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് മീൻ പിടിക്കുന്ന 8 കാലിയെ കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് അല്ലേ? ഇന്ത്യയിൽ ആദ്യമായിട്ട് മീൻ പിടിക്കുന്ന 8 കാലിയെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ്. തമിഴ്നാട്, കർണാടക, കേരളം, ആന്ധ്രാപ്രദേശ് അല്ലെ? ഇന്ത്യയിൽ ആദ്യമായി മീൻ പിടിക്കുന്ന 8 കാലിയെ കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ് അല്ലെ? ഇന്ത്യയിൽ ആദ്യമായിട്ട് മീൻ പിടിക്കുന്ന 8 കാലിയെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്, കർണാടക, കേരളം, ആന്ധ്രാപ്രദേശ് ഏതായിരിക്കാം? നമ്മുടെ കേരളമാണ് അല്ലെ? കേരളമാണ്. നമ്മുടെ തൃശ്ശൂരിലെ പീച്ചി ഗവേഷണ കേന്ദ്രമാണ് എന്ത് ചെയ്യുന്നത്? കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അല്ലേ? പീച്ചി ഗവേഷണ കേന്ദ്രമാണ് എന്ത് ചെയ്യുന്നത്? കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പേരെന്താണ്? ഡൊലോമെ ഡസ് ഇൻഡിയസ് ആണ്. ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയത് കൊണ്ട് ഇൻഡിയസ് എന്നാണ് ഈ ശാസ്ത്രനാമം എന്ന് പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ ശാസ്ത്രനാമം എന്ന് പറയുന്നത്. അതേപോലെ നേച്ചർ സയൻറ്റിഫിക് റിപ്പോർട്ട്സിൽ എന്ത് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതിനെക്കുറിച്ചുള്ള നേച്ചർ സയൻറ്റിഫിക് റിപ്പോർട്ട്സിൽ ഇതിനെക്കുറിച്ച് പ്രധാനമായിട്ടും എന്ത് ചെയ്തിരുന്നു? പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇന്ത്യയിൽ ആദ്യമായിട്ട് മീൻ പിടിക്കുന്ന 8 കാലി അല്ലെങ്കിൽ ഇപ്പോൾ ഫിഷിംഗ് സ്പൈഡറിനെ കണ്ടെത്തിയിട്ടുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേട്ടോ. നമ്മുടെ കേരളമാണ്. ഓർത്തിരിക്കുക, പീച്ചി ഗവേഷണ കേന്ദ്രമാണ് എന്ത് ചെയ്യുന്നത്? ഇത് കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. പീച്ചി ഗവേഷണ കേന്ദ്രം. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ പറയുന്ന നേച്ചർ സയൻറ്റിഫിക് റിപ്പോർട്ട്സിൽ എന്ത് ചെയ്തിരുന്നു? അവർ പബ്ലിഷും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഡൊലമെ ഡസ് ഇൻഡിയസ് എന്നുള്ളതാണ്. ഓക്കെ ഇൻഡിയസ് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ അടുത്ത ചോദ്യം നോക്കിയാലോ. ബേക്കർ എന്ന പ്രതിരോധ കമ്പനി വികസിപ്പിച്ച കെസ്ലീമ ഏത് രാജ്യത്തിന്റെ ആളില്ലാ യുദ്ധവിമാനമാണ് എന്നുള്ളതാണ് അല്ലേ? എന്താണ് ഈ പറയുന്ന ബേക്കർ എന്ന പ്രതിരോധ കമ്പനി വികസിപ്പിച്ചിട്ടുണ്ടായിരുന്ന കെസ്ലേൽമ എന്ന് പറയുന്ന എന്താണ് ഈ
റോബോട്ടിക് വിമാനം അല്ലെങ്കിൽ ഇപ്പോൾ അൺമാൻഡ് അല്ലെങ്കിൽ പറയുന്നതാണ് അൺമാൻഡ് കോമ്പാറ്റ് ഏരിയൽ വെഹിക്കിൾസ് എന്ന് പറയും, UCAVs എന്ന് പറയും അല്ലേ. അത് ഏത് രാജ്യത്തിൻ്റെ ആളില്ല വിമാനമാണെന്നുള്ളതായിരുന്നു. ഏതായിരുന്നത്? തുർക്കിയുടെയാണ് കേട്ടോ. ഏതാണത്? തുർക്കിയുടെയാണ്. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഈ പറയുന്ന ഡോഗ് ഫൈറ്റിലൊക്കെ അല്ലേ, പറയുന്ന ഡോഗ് ഫൈറ്റിലൊക്കെ എന്ത് ചെയ്തിരുന്നു, ഈ പറയുന്ന വിമാനങ്ങൾ അവരെന്ത് ചെയ്തു, ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ബേക്കർ എന്ന പ്രതിരോധ കമ്പനി വികസിപ്പിച്ച കെസ്ലിയം എന്ന ഏത് രാജ്യത്തിൻ്റെ ആളില്ലാ യുദ്ധമാണെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്നത് തുർക്കിയുടെയാണ് കേട്ടോ. ഇതാണത് തുർക്കിയുടെയാണ്. ഇന്ത്യ ഓർത്തിരിക്കുക, തുർക്കി. ഓക്കെ, നമ്മുടെ തുർക്കിയുണ്ടല്ലോ ഇസ്താംബുൾ, തുർക്കി അല്ലേ. ഇപ്പോൾ തുർക്കിയുടെ ഭാഗമാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, തെറ്റല്ലേ? നമുക്ക് അടുത്ത് നോക്കിയാലോ. ദ്വിമാന ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ചിത്രങ്ങൾ നിർമ്മിക്കാൻ, അതായത് 2Dയിൽ നിന്നും 3Dയിലേക്ക് ഈ പറയുന്ന ചിത്രങ്ങളെ മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള കഴിവുള്ള ഷാർപ്പ് എന്ന AI മോഡൽ അവതരിപ്പിച്ച കമ്പനി ഏതാണ് എന്നുള്ളതാണ്. ഷാർപ്പ് എന്ന് പറയുന്ന AI മോഡൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന കമ്പനി ഏതാണ് എന്നുള്ളതാണ്. മെറ്റ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ. മെറ്റ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ. ഏതായിരിക്കാം? ആപ്പിൾ ആണ് കേട്ടോ. ഏതാണത്? നമ്മുടെ ആപ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, 2Dയിൽ നിന്നും 3Dയിലേക്ക് ദൃശ്യങ്ങൾ നിർമ്മിക്കാൻ കഴിവുള്ള ഷാർപ്പ് AI അല്ലെങ്കിൽ പറയുന്ന അവതരിപ്പിച്ചിട്ടുണ്ടാകുന്ന കമ്പനിയുടെ പേര് ആപ്പിൾ എന്നുള്ളതാണ് അല്ലേ. ഇതാണത് ആപ്പിൾ ആണ് കേട്ടോ അല്ലോ. അതേപോലെ തന്നെ കോക്പിറ്റിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ കോക്പിറ്റ് നിങ്ങൾക്ക് അറിയാം. കോക്പിറ്റ് എന്ന് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? കോക്പിറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന മൈക്രോസോഫ്റ്റായിട്ട് ബന്ധപ്പെട്ടതാണ്. മെറ്റയായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത് മാംഗോ അവക്കാഡോ എന്ന് പറയുന്നതായിട്ട് ബന്ധപ്പെട്ടാണ്. ജെമിനി എന്ന് പറയുന്നതിനായിട്ട് ബന്ധപ്പെട്ടാണ്. ഗൂഗിളുമായിട്ടും ബന്ധപ്പെട്ടതാണ് ആണല്ലോ അല്ലേ. അടുത്ത് നോക്കിയാലോ. 2036 കൂടി തന്നെ ചന്ദ്രനിൽ ആണവോർജ്ജ നിലയം സ്ഥാപിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച രാജ്യം ഏതാണെന്നുള്ളതാണ് അല്ലേ. 2036 കൂടി ചന്ദ്രനിലെ ആണവോർജ്ജ നിലയം അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? 2036 കൂടി തന്നെ ആണവോർജ്ജ നിലയം എന്ത് ചെയ്യാണ് ഈ പറഞ്ഞ സ്ഥാപിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച രാജ്യം അത് USA, ചൈന, റഷ്യ, ജപ്പാൻ അല്ലേ. USA, ചൈന, റഷ്യ, ജപ്പാൻ. ഏതായിരിക്കും അത്? റഷ്യയാണ് അല്ലേ. റഷ്യയാണ്. ആരുടെ സഹായത്തോടു കൂടി തന്നെ? ചൈനയുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള പ്ലാന്റ് നിർമ്മിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഈ പറഞ്ഞ ചന്ദ്രനിൽ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് അവർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടെ വഴി എന്ത് ചെയ്യും, അവർക്ക് ഈ പറഞ്ഞ മാർസിലേക്കുള്ള യാത്രയും എന്ത് ചെയ്യും, സുഖകരമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഉത്തരം എന്താണത്? ഈ പറഞ്ഞ റഷ്യ എന്നുള്ളതാണ്. കൂടാതെ തന്നെ 2030 കൂടി തന്നെ നാസയും എന്ത് ചെയ്യും ഇത്തരത്തിലുള്ള പരിപാടിയായിട്ട് വരുമെന്നുള്ളത് എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത എന്താണ്? യൂറോപ്പിലെ ഏറ്റവും ഉയരമുള്ള സജീവ അഗ്നിപർവ്വതമായ മൗണ്ട് എറ്റ്ന ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലേ. യൂറോപ്പിലെ ഏറ്റവും ഉയരമുള്ള സജീവ അഗ്നിപർവ്വതമായ മൗണ്ട് എറ്റ്ന ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ ആദ്യത്തെ പഠിച്ചതേ ഉള്ളൂ. യൂറോപ്പിലെ ഏറ്റവും ഉയരമുള്ള സജീവ അഗ്നിപർവ്വതമായ മൗണ്ട് എറ്റ്ന ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഗ്രീസ്, ഇറ്റലി, ഐസ്ലാൻഡ്, സ്പെയിൻ എന്നുള്ളതാണ്. ഏതായിരിക്കാം? ഇറ്റലിയാണ് അല്ലേ. ഇറ്റലി സിസിലിയിലാണ്. ഓക്കെ, ഇതാണ് ഇറ്റലിയിൽ ഈ പറയുന്ന സിസിലിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇറ്റലി സിസിലിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ, അടുത്ത് നോക്കിയാലോ. അടുത്തത് പ്രധാനമായിട്ടും നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ന്യൂസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യും. നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ന്യൂസുകളാണ് കേട്ടോ. നോക്കിയേ, ആദ്യത്തേത് യൂറോസോണിന്റെ ഭാഗമാകുന്ന 21ാം രാജ്യം ഏതാണ് എന്നുള്ളതാണ്. യൂറോസോണിന്റെ ഭാഗമാകുന്ന 21ാം രാജ്യം ഏതാണ് എന്നുള്ളതാണ്. നോക്കിയേ, ഹംഗറി, റൊമാനിയ, ക്രൊയേഷ്യ, ബൾഗേറിയ അല്ലെ. ഹംഗറി, റൊമാനിയ, ക്രൊയേഷ്യ, ബൾഗേറിയ. ഏതായിരിക്കും വരുന്നത്? ഏതായിരിക്കും? പറയുന്ന ബൾഗേറിയ ആണ് കേട്ടോ. ബൾഗേറിയ ആണ് ഈ പറയുന്ന യൂറോസോണിന്റെ ഭാഗമാകുന്ന 21ാമത്തെ രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ, 1992 ഈ പറയുന്ന മാസ്ട്രിക്റ്റ് ട്രീറ്റി പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ എന്ത് ചെയ്യുന്നത് സ്ഥാപിതമാകുന്നത്. അതിനകത്ത് അംഗമായിട്ടുള്ള രാജ്യമാണ് ഈ പറയുന്ന ബൾഗേറിയ എന്ന് പറയുന്നത്. അതിനകത്ത് ഈ തൊട്ട് മുമ്പ് വരെ ഈ പറഞ്ഞ കഴിഞ്ഞ മാസങ്ങളിൽ വരെ ഈ പറയുന്ന ലവ് ആയിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത് ഈ കറൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താക്കി മാറിയത്? യൂറോ ആക്കി എന്ത് ചെയ്തു മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അടുത്തിടെ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ അംഗമായിട്ടുണ്ടായിരുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ പറയുന്ന ക്രൊയേഷ്യയാണ് കേട്ടോ. ക്രൊയേഷ്യയാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ അംഗമായിട്ടുണ്ടായിരുന്ന ഏറ്റവും അടുത്ത രാജ്യമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂറോസോണിന്റെ ഭാഗമാകുന്ന 21ാം രാജ്യം അത് ബൾഗേറിയ ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ യൂറോ ഉപയോഗിക്കുന്ന രാജ്യങ്ങളെയാണ് യൂറോസോൺ എന്ന് പറയുന്നത് കേട്ടോ. യൂറോ ഉപയോഗിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെയാണ് യൂറോസോണുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയേ, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ടണൽ തുറക്കുന്ന രാജ്യം ഏതാണെന്നുള്ളതാണ് അല്ലേ. ഇതാണ് ഈ പറയുന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ടണൽ തുറക്കുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണെന്നുള്ളതാണ്. ഏതാണത്? അമേരിക്ക, ഇന്ത്യ, ചൈന, റഷ്യ. നമുക്കറിയാം ഇങ്ങനെ ചോദ്യം വന്നാൽ ഇതിന് ഉത്തരം എന്തായിരിക്കും? ചൈനയായിരിക്കും എന്നുള്ളത് അല്ലേ. ഇത്തരത്തിൽ വലിയ ടണലുകൾ, വലിയ ഹൈവേ ഒക്കെ പണിയുന്ന ആരാണ്? വലിയ ഡാമൊക്കെ പണിയുന്നത് ചൈനയാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നീളം കൂടിയ എക്സ്പ്രസ് വേ ടണൽ അല്ലേ തുറക്കുന്ന രാജ്യം എന്താണത്? ചൈനയാണെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക, ചൈനയാണ്. അതേപോലെ ഈ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ, അതായത് 10,000 അടിയിൽ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ടണൽ അത് അടൽ ടണലാണ് കേട്ടോ. അതാണത് അടൽ ടണലാണ്.
ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നീളം കൂടിയ ടണൽ എന്ന് പറഞ്ഞാൽ ശ്യാം പ്രസാദ് മുഖർജി ടണലാണ്. ശ്യാം പ്രസാദ് മുഖർജി ടണലാണ് കേട്ടോ. ഓക്കെ, പറ്റല്ലേ? അടുത്ത് നോക്കിയാലോ, ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്നത് ആരായിരുന്നു എന്നുള്ളതാണ് അല്ലേ. ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്നത് ആരായിരുന്നു എന്നുള്ളതാണ്. ഖലീദിയ സിയ, ഷെയ്ഖ് ഹസീന, അതേപോലെ തന്നെ ഈ പറയുന്ന ബനസീർ ഭുട്ടോയ്, അതേപോലെ തന്നെ തസ്ലീമ നസ്രിൻ എന്നുള്ളതാണ്. ആരായിരിക്കും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആരാണത്? ഖലീദിയ സിയ ആണ് കേട്ടോ. ആരാണത്? ഖലീദിയ സിയ ആണ്. ഈ പറയുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ അംഗം കൂടിയായിരുന്നു ഈ പറയുന്ന ഖലീദിയ സിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാകുന്നത് ആരാണത്? ഖലീദിയ സിയ ആണ്. അടുത്ത് നോക്കിയേ, 2025 റിക്ടർ സ്കെയിലിൽ 7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായ രാജ്യം ഏതാണെന്നുള്ളതാണ് അല്ലേ. 2025 റിക്ടർ സ്കെയിലിൽ 7 തീവ്രത രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഭൂചലനമുണ്ടായ രാജ്യം ഏതാണത്? ഈ പറയുന്ന തായ്വാനാണ്. ഏതാണത്? തായ്വാനാണ് കേട്ടോ. തായ്വാൻ പ്രധാനമായിട്ടും സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന റിംഗ് ഓഫ് ഫയറിലാണ്. പസഫിക്കിലെ റിംഗ് ഓഫ് ഫയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന അടുത്തിടെ ഈ പറയുന്ന ജപ്പാൻ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് ഈ പറയുന്ന രാജ്യങ്ങളിൽ ഈ പറയുന്ന റിംഗ് ഓഫ് ഫയറോട് അടുത്ത് കിടക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഭൂചലനങ്ങൾ, അതേപോലെ തന്നെ ഈ രീതിയിൽ ഈ പറയുന്ന സുനാമികൾ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, 2025 ഡിസംബറിൽ റിക്ടർ സ്കെയിലിൽ 7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായ രാജ്യം അത് തായ്വാനാണ് കേട്ടോ. ഓക്കെ അല്ലേ. അടുത്ത് നോക്കി, അന്തർവാഹിനിയിൽ യാത്ര ചെയ്യുന്ന ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരാണ് എന്നുള്ളതാണ്. ദ്രൗപദി മുർമു, രാംനാഥ് കോവിന്ദ്, പ്രണബ് മുഖർജി, പ്രതിഭ പാട്ടേൽ. ആരായിരിക്കാം? ദ്രൗപദി മുർമു ആണ് അല്ലേ. ദ്രൗപദി മുർമു ആണ്. INS വാക്ഷീർ എന്ന് പറയുന്ന ഇതാണ് ഈ പറയുന്ന കപ്പലിനകത്താണ് എന്ത് ചെയ്യുന്നത്, സോറി അന്തർവാഹിനിക്കകത്താണ് എന്ത് ചെയ്യുന്നത്, യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. INS വാക്ഷീർ ആണല്ലോ. ആദ്യം യാത്ര ചെയ്ത് APJ അബ്ദുൽ കലാം ആണ്. ആണല്ലോ, APJ അബ്ദുൽ കലാം ആണ്. അടുത്ത എന്താണ്, 2026 നവംബറിൽ ബ്രിക്സ് കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള രാജ്യാന്തര പ്രതിരോധ മരുന്ന് ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ് എന്നുള്ളതായിരുന്നു. കൊച്ചി, കുമരകം, ബാംഗ്ലൂരു, മുംബൈ. എവിടാണ്? കുമരകമാണ് കേട്ടോ. ഇതാണത് കുമരകമാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. കുമരകത്തിൽ പറയുന്ന ചാണ്ടിയുമനൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത്. ചാണ്ടിയുമനാണ് എന്ത് ചെയ്യുന്നത്, അധ്യക്ഷത വഹിക്കുന്നത് എന്നുള്ളതാണ്. ബ്രിക്സിൻ്റെ ഈ പറയുന്ന എന്താണ്, പ്രതിരോധ മരുന്ന് ഉച്ചകോടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കുമരകത്ത് വെച്ച് നടക്കുന്നത് എന്നുള്ളതാണ്. ഈ പറയുന്ന 17ാമത് ബ്രിക്സ് സബ്മിറ്റ് നടന്നത് എവിടെയാണ്? റിയോ ഡി ജനീറോ, ബ്രസീലാണ് കേട്ടോ. ബ്രസീൽ ആണ് 18ാമത് നടക്കാൻ പോകുന്നത്. 18ാമത് ബ്രിക്സ് നടക്കുന്നത് ഇന്ത്യയിലാണെന്ന് കൂടി എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇന്ത്യയിലാണ്. ഓക്കെ, തെറ്റല്ലേ? നമുക്ക് എന്തായാലും അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, തെറ്റല്ലേ? അടുത്ത എന്താണ്, അടുത്ത പ്രധാനമായിട്ടും വരുന്നത് സ്കീമുകളാണ് കേട്ടോ. സ്കീമിലേക്ക് നോക്കിയേ, സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് കേരള വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പദ്ധതി ഏതാണ് എന്നുള്ളതാണ് അല്ലേ. ഏതായിരിക്കാം അത്? കനൽ, നിർഭയ, ശരണബാലം, എന്താണ് ശരണബാല്യം, സഫലം എന്നുള്ളതാണ്. ഏതായിരിക്കാം? കനലാണ് കേട്ടോ. ഏതാണ്? കനലാണ്. നമ്മൾ എന്താണ് ഇന്നലെ പഠിച്ചത് കൂടിയാണ് അല്ലേ, കനൽ എന്നുള്ളതാണ് അല്ലേ. അടുത്ത് നോക്കിയാലോ, 1956 സ്ഥാപിതമായ UGC 1990 മുതൽ ആരംഭിച്ച NCTE 1987 തുടങ്ങിയ NICTE എന്നീ സമിതികൾ നിർത്തലാക്കി പകരം ആരംഭിക്കുന്ന ഒറ്റ സ്ഥാപനത്തിന്റെ പേര് എന്താണെന്നുള്ളതായിരുന്നു. ഏതാണത്? അത് നമ്മൾ പഠിച്ചതാണ്. എന്താണ്? വികസിത് ഭാരത് ശിക്ഷാധിഷ്ഠാനം എന്നുള്ളതാണ് അല്ലേ. എന്താണത്? വികസിത് ഭാരത് ശിക്ഷാധിഷ്ഠാനം എന്നുള്ളതാണ്. വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാനം എന്നുള്ളതാണ്. ഓക്കെ, പറ്റല്ലേ? അടുത്ത് നോക്കിയേ, ഗുജറാത്തിലെ പോർബന്തറിൽ നിന്ന് ഒമാനിലെ മസ്കറ്റിലേക്ക് യാത്ര തിരിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതാണെന്നുള്ളതാണ് അല്ലേ. ഗുജറാത്തിലെ പോർബന്തറിൽ നിന്ന് ഒമാനിലെ മസ്കറ്റിലേക്ക് യാത്ര തിരിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതാണത്? INSV കൗണ്ടന്യാണ് കേട്ടോ. ഇതാണത് INSV കൗണ്ടന്യാണ്. ഓക്കെ, ഇതിൽ പറയുന്ന ഇന്ത്യൻ എന്താണ് കപ്പൽ നിർമ്മാണ വൈദഗ്ധ്യത്തിൽ നിന്നും കടമെടുത്ത് നിർമ്മിച്ചിട്ടുള്ള അജന്ത ഗുഹകളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള എന്താണ് വിവരങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് പ്യുവർലി ഈ പറയുന്ന വുഡ്, അതായത് കൊയർ, റെസിൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കപ്പലാണ് ഈ പറയുന്ന INSV കൗണ്ടന്യ എന്ന് പറയുന്നത്. യാത്ര തിരിക്കുന്നത് ഗുജറാത്തിൽ നിന്നും ഒമാനിലേക്കാണ്. നിർമ്മിച്ചത് കേരളത്തിലാണ് കേട്ടോ. പറയുന്ന മെയ്ഡ് ഇൻ കേരള ഓർത്തിരിക്കുക. മെയ്ഡ് ഇൻ കേരള എന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, തെറ്റാണല്ലോ. ഇനി അടുത്ത പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന അപ്പോയിൻമെൻറ്റുകളാണ് കേട്ടോ. പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റുകൾ ആരെല്ലാമാണ് എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം നോക്കാം, കേരള ഹൈക്കോടതിയിലെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായിട്ടുണ്ടായിരുന്നത് ആരാണ് എന്നുള്ളതാണ്. ആരൊക്കെയാണ്? ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, അതായത് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് AJ ദേശായി, ജസ്റ്റിസ് നിതിൻ ജാംദർ എന്നുള്ളതാണ് അല്ലേ. ആരാണത്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ് അല്ലേ. ജസ്റ്റിസ് സൗമൻ സെൻ ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ജസ്റ്റിസ് സൗമൻ സെൻ ആണല്ലോ. ഇദ്ദേഹം മേഘാലയയുടെ CGI ആയിരുന്നു. ഇപ്പോൾ എങ്ങോട്ടേക്ക് വരുന്നു? ഈ പറയുന്ന കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് അവാർഡുകളാണ്. അവാർഡുകളിലേക്ക് നമുക്ക് പോയാലോ അല്ലേ.
അവിടേക്ക് പോവാം. എന്താണ് അടുത്തത്? സാഹിത്യ കലാ സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കായിട്ട് കേരള നിയമസഭ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് ആദ്യമായി അർഹനായത് ആരാണെന്നുള്ളതാണ് അല്ലേ. സാഹിത്യ കലാ സാംസ്കാരിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കായിട്ട് കേരള നിയമസഭ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ടായിരുന്ന ആരാണത്? എം മുകുന്ദന്, സുഗതകുമാരിയെ, ടി പത്മനാഭന്, NS മാധവന് എന്നുള്ളതാണ് അല്ലേ. ആരാണത്? ആ NS മാധവനാണ് അല്ലെ. NS മാധവന്റെ പ്രധാന പുസ്തകം ഉണ്ടായിരുന്നതാണത് ഈ പറഞ്ഞ ലണ്ടൻ ബത്തേരിയിലെ എന്താണ് ലുധിയാനകൾ അല്ലേ പറയുന്ന കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ലഭിച്ചിട്ടുള്ള പുസ്തകം കൂടിയാണ് ഈ പറഞ്ഞ NS മാധവന്റെ ഈ പറയുന്ന ലണ്ടൻ ബത്തേരി ലുധിയാനകൾ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനാണ് എന്ത് ചെയ്യുന്നത്? കലാ സാംസ്കാരിക മേഖലയെ സമഗ്ര സംഭാവനയ്ക്ക് കേരള നിയമസഭ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന അവാർഡിന് എന്ത് ചെയ്തത്? അർഹനായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, തെറ്റല്ലേ? ഓക്കെ, ഇപ്പം ഇങ്ങനൊരു ചോദ്യം കൂടെ ഉണ്ട്. ഈ ചോദ്യത്തിന് നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്. ഈ ചോദ്യം എന്താണ്? 2025 37 ജിമ്മി ജോർജ് പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ടായിരുന്നത് ട്രിപ്പിൾ ജമ്പ് താരം ആരാണെന്നുള്ളതാണ്. അപ്പോൾ അതിന് ഉത്തരം നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ഈ പറയുന്ന PSCക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നവരാണെങ്കിൽ CPO വുമൺ CPO ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസറിനൊക്കെ വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ASDB അക്കാഡമിയിൽ നമ്മൾ പുതിയ ഒരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. സല്യൂട്ട് എന്നാണ് ബാച്ചിൻ്റെ പേര്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠനം ആരംഭിക്കാവുന്നതാണ്. എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങനെ ജോയിൻ ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ASDB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോർ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതല്ലെങ്കിൽ ആപ്പുമായി ബന്ധപ്പെട്ട കോഴ്സുകളോട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടായാലും താഴെ കാണാൻ നമ്മൾ വിളിച്ച് എന്ത് ചെയ്യാം? കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ വിളിക്കുക, ഉടനെ തന്നെ പഠിച്ചു തുടങ്ങുക. കാരണം നിങ്ങൾക്കറിയാം പരീക്ഷകളൊക്കെ എന്താണ് വന്നു, അതിൻ്റെ ഡേറ്റുകളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ച് തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പം മറക്കണ്ട, നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ ഉത്തരങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, തെറ്റാണല്ലോ? അപ്പം മറക്കരുത്. കോഴ്സിലേക്ക് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുകയാണെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക? ഒന്നുകൂടെ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.